Hello friends, welcome to our channel. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രാ 1-നും അൾട്രാ 2-നും ഉപയോഗിക്കാവുന്ന കുറച്ച് അക്സസറീസിനെ കുറിച്ചാണ്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് അക്സസറീസും നിങ്ങൾക്ക് ആക്ച്വലി ഉപയോഗിക്കാവുന്ന കുറച്ച് നല്ല നിങ്ങൾക്ക് അറിയായിരിക്കും ആപ്പിൾ വാച്ച് അൾട്ര എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രീമിയം വാച്ച് സെഗ്മെന്റിൽ വരുന്ന വാച്ചുകളാണ്. അപ്പോൾ ആക്ച്വലി ആപ്പിൾ വാച്ച് അൾട്രയ്ക്ക് മാത്രമല്ല നോർമൽ ആപ്പിൾ വാച്ച് ആയാലും നമുക്ക് ഈ അക്സസറീസ് നമ്മൾ പറയാൻ പോകുന്ന അക്സസറീസ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ആപ്പിൾ വാച്ച് 6ഓ 7ഓ 8ഓ അല്ലെങ്കിൽ SE ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആക്ച്വലി ഈ സാധനം ഉപയോഗിക്കാം. ഇത് നോർമൽ ആപ്പിൾ വാച്ച് ആണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ റീസെന്റ് ഈ കൊല്ലം തന്നെ നമ്മൾ ആപ്പിൾ വാച്ച് അൾട്രാ 2ലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് അപ്പോൾ ഇതിപ്പോഴും ഫ്രഷ് സംഭവം തന്നെയാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാറില്ല. ഇതിൽ നിന്ന് സ്ട്രാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഇതും തേർഡ് പാർട്ടി സ്ട്രാപ്പ് തന്നെയാണ്, ഒറിജിനൽ സ്ട്രാപ്പ് അല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലിപ്പോൾ ഇട്ടക്കുന്ന സ്ട്രാപ്പ് തന്നെ. ഇപ്പോൾ ഇതെൻ്റെ ആപ്പിൾ വാച്ച് അൾട്രാ 2 ആണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് അക്സസറീസ് നമ്മൾ പറയാൻ പോകുന്നത് ഈ കേസാണ്. കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഞാനൊരു ട്രാൻസ്പാരൻറ്റ് കേസ് ഇട്ടുണ്ട്. ഇത് ആക്ച്വലി റിങ്കാൻ്റെ ഒരു കേസാണ്. ഓൾമോസ്റ്റ് ഒരു 1200 രൂപ പ്രൈസ് വരുന്നുണ്ട്. ആമസോണിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ നമുക്ക് ടൈറ്റാനിയം വേരിയൻ്റ് അവൈലബിൾ ആണ്. മാസ്ക്ഡ് ആയിട്ടുള്ള ട്രാൻസ്പാരൻറ്റ് മോഡൽ അവൈലബിൾ ആണ്. ക്ലിയർ ട്രാൻസ്പാരൻറ്റ് മോഡലും അവൈലബിൾ. ഇതാണ് അതിൻ്റെ ഇത് വരുന്നുണ്ടോ. ഇത് എനിക്ക് ക്ലിയർ ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലിയർ വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാധനം. എന്താ വെച്ചാൽ ഈ സംഭവം ടൈറ്റാനിയം സംഭവമൊക്കെ ആണെങ്കിലും പക്ഷേ നിലത്ത് വീണാലോ സംഭവമൊക്കെ ചെയ്താലോ സ്ക്രാച്ച് വരാം. അപ്പോൾ അത് നമ്മൾ ഇത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം സ്ക്രാച്ച് വരുമ്പോൾ നമുക്ക് സഹിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വാങ്ങിച്ചിട്ടൊന്നും മാത്രമല്ല കേട്ടോ. അത്യാവശ്യം നല്ല ഈസിയാണ് ഇടാനൊക്കെ. ഇത് നമുക്ക് റിമൂവ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് അതിന് പൊക്ക വേണ്ടോ. ഞാൻ ഇടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ ഞാൻ ആദ്യം ഇടാറുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. വേറെ സംഭവം വലിയ വെയിറ്റോ സംഭവമൊന്നും ഇല്ല. ഭയങ്കര തിന്നാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പിന്നെ യെല്ലോ ആവുന്ന പരിപാടിയൊന്നും ഇല്ല. യെല്ലോ ഒന്നും ആവുന്നില്ല. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചു ഓൾമോസ്റ്റ് ഒരു 3 മാസമായിട്ടുണ്ട്. ഇപ്പോഴും യെല്ലോ ഒന്നും ആയിട്ടില്ല കേട്ടോ. കറക്റ്റ് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, മറ്റു സാധനമല്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ അക്സസറീസ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ആപ്പിൾ വാച്ചിന്. പിന്നെ രണ്ടാമത്തെയാണ് സ്ട്രാപ്പുകൾ. മെയിനായിട്ട് കുറേ സ്ട്രാപ്പുകൾ ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ച സ്ട്രാപ്പുകളാണ്. ഇത് ഒറിജിനൽ. ഇങ്ങനത്തെ ഒറിജിനൽ ആക്ച്വലി ആപ്പിൾ വാച്ചിന് ഉണ്ട് കേട്ടോ. ആപ്പിൾ വാച്ച് അൾട്രയ്ക്ക് ഉണ്ട്, അൾട്രാ 1 അൾട്രാ 2 ഉണ്ട് ഇങ്ങനത്തെ ഒറിജിനൽ സ്ട്രാപ്പ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ ഒറിജിനൽ സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഗ്രേ കളറാണ്. ഇതാണ് ആപ്പിൾ വാച്ചിൻ്റെ ഒറിജിനൽ സ്ട്രാപ്പ്. ഈ സാധനം കണ്ടോ, നമ്മുടെ ആൽപൈൻ ലൂപ്പ് തന്നെയല്ലേ, ട്രെയിൽ ലൂപ്പ്. ഇത് ട്രെയിൽ ലൂപ്പാണ്. ഇങ്ങനെ ഒട്ടിക്കുന്ന ഈ സാധനം വരുന്നത്, വാൽക്രോ വരുന്ന സാധനം ട്രെയിൽ ലൂപ്പാണ്. ഇതാണ് അതിൻ്റെ കൂടെ ഒറിജിനൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഗ്രേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കാലം ഉപയോഗിച്ചിട്ട് പിന്നെ അതിൻ്റെ കുറേ കളേഴ്സ് വാങ്ങിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അവരുടെ തന്നെ വേറെ കളറിലാണ്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ഇത് കണ്ടു ഇപ്പോൾ കുറച്ച് ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട്. ഇത് പക്ഷേ വാഷബിളാണ്. പക്ഷേ ഈ കളർ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചളി പിടിക്കും. അങ്ങനെ ഒരു കുഴപ്പം വരുന്നുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് നമ്മുടെ ഈ ഒരു ഓറഞ്ച് ആയിട്ടുള്ള, അതുപോലെ തന്നെ വാൽക്രോ. എനിക്കിപ്പോൾ വാൽക്രോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഈസിയാണല്ലോ. അതുപോലെ തന്നെ ഇതൊക്കെ ഇട്ടുണ്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ്. ഇത് തിൻ ഫൈബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് തീരെ അറിയുന്നില്ല. അപ്പോൾ എനിക്ക് വാൽക്രോ സ്ട്രാപ്പുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ്. ഇതിന് കുറച്ച് പ്രൈസ് കൂടുതൽ, 600 രൂപയോ സംതിങ് റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കളറാകുമ്പോൾ നമുക്ക് അങ്ങനെ ചളിയൊന്നാവില്ല. പക്ഷേ ഇതുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അത് ബോറ് പരിപാടിയാണ്. അതില്ലെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ വരുന്നതാണ് ഞാൻ ഭയങ്കര നമ്മൾ കുറേ പേര് ഈ സാധനം ഇട്ടൊക്കെ കണ്ടിട്ട് നമ്മൾ വാങ്ങിച്ചാണ്. ഇത് ഒരു എന്താ പറയുക, ഇത് ടൈറ്റാനിയം എന്നൊക്കെ പറഞ്ഞിട്ട് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ സാധനം അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു സ്ട്രാപ്പാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ നോർമൽ വാച്ചുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രാപ്പാണ്. ഇത് ആപ്പിൾ വാച്ചിന് പറ്റിയ സ്ട്രാപ്പ് തന്നെയാണ്. നമുക്ക് ഏത് ആപ്പിൾ വാച്ചാണ് ഉപയോഗിക്കാം. പക്ഷേ ഇത് അത്യാവശ്യം ഹെവി ആണ് കേട്ടോ. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്, ഡാർക്ക് കളേഴ്സും അതുപോലെ തന്നെ ഇതിൽ മൾട്ടിപ്പിൾ കളേഴ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് ഓൾമോസ്റ്റ് 2000 രൂപ വരെ പ്രൈസ് വരുന്നുണ്ട്. പക്ഷേ വേർത്താണ്. ഡാമേജും സംഭവമൊന്നും ആവില്ല. നമുക്ക് തന്നെ ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കാനും സംഭവമൊക്കെ ചെയ്യാനുള്ള ടൂളൊക്കെ നമുക്ക് അതിൽ തന്നെ പാക്കേജിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ വേറെ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാപ്പ്. ഇത് അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്തെങ്കിലും ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് ഞാൻ ഈ സാധനം ഉപയോഗിക്കാറ്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന സാധനമാണ്. പിന്നെയാണ് നമ്മുടെ ചാർജർ. ഞാൻ സെപ്പറേറ്റ് വേറെ ചാർജറൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ ആക്ച്വലി നമ്മുടെ ഡെയിലി ഒബ്ജക്റ്റിൻ്റെ ഒരു ആപ്പിൾ വാച്ചിൻ്റെ പവർ ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കര തീരെ വേർത്തായി, അതുകൊണ്ട് ഞാൻ അതിൽ കാണിക്കുന്നില്ല. 2000 രൂപ ഓൾമോസ്റ്റ് പ്രൈസ് വരുന്നുണ്ട്. പക്ഷേ ആ പവർ ബാങ്ക് കൊണ്ട് ഒരു വട്ടം 2 വട്ടമൊക്കെ നമ്മുടെ ഇത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തീരെ വേർത്തല്ല. 2000 രൂപ കൊടുത്തിട്ട് നമുക്ക് നോർമൽ സാധനം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒറിജിനൽ ചാർജർ ഇതാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റാൻഡ് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചാണ്. ഒരു 199 രൂപ ആമസോണിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യാൻ അങ്ങനെ ഡാമേജ് ഒന്നും വരില്ല. നമുക്ക് പിന്നെ ഈസി ആയിട്ട് ഇതിനെ അങ്ങനെ മാഗ്നറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് പോവുകയും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അറിയിക്കും ഇതിൽ നമുക്ക് വേണമെങ്കിൽ ക്ലോക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അവരുടെ ഒറിജിനൽ ചാർജർ കേബിൾ തന്നെയാണ്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് വേറെ എടുത്ത് കാണിക്കുന്നതുകൊണ്ട് ബ്രേഡഡ് കേബിളാണ്. പിന്നെ വേറെ സെപ്പറേറ്റ് പിന്നെ ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഒരു നോർമൽ ആയിട്ടുള്ള ടെമ്പർ ഗ്ലാസ് ആണ്. ഞാൻ വലിയ പ്രൈസി ആയിട്ടുള്ള സാധനം നോക്കാൻ പോയില്ല. 399 രൂപയുടെ ആമസോണിൽ തന്നെ വാങ്ങിച്ച് ഞാൻ തന്നെ ഒട്ടിച്ചാണ്. ഇതിൽ നിങ്ങൾക്ക് ഒട്ടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അക്സസറീസ് ആണ് ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്നതും. എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ആക്സസറീസ് ഒക്കെ ധാരാളമാണ്. പിന്നെ പിന്നെ നമുക്ക് ആവശ്യമുള്ള സംഭവമൊന്നുമില്ല. മെയിനായിട്ട് പിന്നെ വേണ്ടത് പവർ ബാങ്ക് ആണ്. പിന്നെ ആക്ച്വലി എന്തെങ്കിലും നോർമൽ പവർ ബാങ്ക്സ് ഞാൻ ഉപയോഗിക്കുന്നത് പറയുന്നത് ഈ സാംസങ്ങിന്റെ ഈ പവർ ബാങ്കാണ്. ഇത് ആക്ച്വലി ഇതുമ്പോൾ നമുക്ക് വയർലെസ് ഉണ്ട്, പക്ഷെ ഇത് ആപ്പിൾ വാച്ച് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പം എൻ്റെ ആപ്പിൾ വാച്ച് ഞാൻ എടുത്തുകൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർജ് ആവും. ഉണ്ടോ, ചാർജായി. പക്ഷേ ഇതിൽ ആപ്പിൾ വാച്ച് വെച്ചാൽ ചാർജ് ആവില്ല കേട്ടോ. അതാണ് കുഴപ്പം. രണ്ടും വേറെ ടെക്നോളജി, അതുകൊണ്ട് തന്നെ ഇത് ചാർജ് ആവില്ല. പക്ഷേ ഇതിലെന്താ ഞാൻ ചെയ്ത് വെച്ചാൽ ഇതിൽ ടൈപ്പ് സി പോർട്ട് നമുക്ക് 2 വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ആ ടൈപ്പ് സി പോർട്ടിൽ ഞാൻ നമ്മുടെ ഇവർ തന്നേക്കുന്ന കേബിളും നമുക്ക് ടൈപ്പ് സി പോർട്ട് തന്നെയാണ്. ഇതൊരു ചാർജിങ് കേബിളും ഫോൺ കൂടെ വന്നേ. അപ്പോൾ അതിൽ ഞാൻ ഡയറക്റ്റ് ഇതിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യണം. അപ്പോൾ ഞാൻ വേറെ വാങ്ങിക്കാനൊന്നും പോയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വലി ആപ്പിൾ വാച്ചിന് അൾട്രയ്ക്കൊക്കെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചാർജ് കയറുന്നുണ്ട്. അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട്. എനിക്ക് 3 to 4 days ഒക്കെ ബാക്കപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. ആവറേജ് യൂസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നിട്ട് നമുക്ക് സുഖമായിട്ട് 3 to 4 days കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എൻ്റെ പഴയ ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത് SE വേരിയൻ്റ് എന്ന് പറയുന്ന സാധനം ഒരു കറക്റ്റ് ഒരു ദിവസം നിൽക്കുള്ളൂ. ഇതും എൻ്റെ LTE മോഡൽ തന്നെയാണ് കണ്ടോ. അപ്പോൾ ഇത് പിന്നെ ആപ്പിൾ വാച്ച് അൾട്ര എന്ന് പറയുന്ന സീരീസ് എന്ന് പറയുന്നത് LTE മോഡൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷേ എൻ്റെ ഇപ്പോൾ എയർടെൽ ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ എയർടെൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ മാത്രമേ സപ്പോർട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ജിയോയിലേക്ക് മാറേണ്ടി വരും. ഒന്നാമത് എയർടെലിൻ്റെ 5G ഒക്കെ ഷോക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും മാറാണ്ടിരിക്കാം. ഞാൻ അത് നമ്മുടെ പ്രൈസ് പോകുന്നതായിട്ട് മുമ്പ് ഒരു 6 മാസത്തേക്ക് റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇപ്പോൾ പെട്ടിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും മാറാൻ പറ്റില്ല. അപ്പോൾ അതാണ് കുഴപ്പം. അപ്പോൾ ആക്ച്വലി നിങ്ങളൊരു വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആക്ച്വലി പറയാൻ വന്നു വെച്ചാൽ നിങ്ങളൊരു സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ നല്ല വാച്ച് വാങ്ങിക്കാൻ നോക്കുക. ഈ ഉഡായിപ്പ് സാധനങ്ങൾ, അതായത് ഫയർ ബോൾട്ട് അങ്ങനത്തെ ഉഡായിപ്പ് സാധനങ്ങളും, അതായത് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ചൈനയിൽ പോവും. നിങ്ങൾക്ക് ഈ ചൈനീസ് വ്ലോഗ് ചെയ്ത കുറേ വ്ലോഗർമാരുടെയൊക്കെ വീഡിയോ കാണാം. അതിൽ തന്നെ അവിടുത്തെ ടെക് മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ അവർ ചോദിക്കുന്നുണ്ട് ബൾക്കായിട്ട് എടുത്ത് എത്ര രൂപയ്ക്ക് കിട്ടുന്നത്. ഈ ആപ്പിൾ വാച്ചിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇന്ത്യയിൽ. അത് 2000 രൂപ. അത് അവർ അവിടെ നിന്ന് വാങ്ങിക്കുന്നത് 300 രൂപ 400 രൂപയ്ക്കാണ്. എന്നിട്ടാണ് അവർ 2000 രൂപയ്ക്ക് വെക്കുന്നത്. അപ്പോൾ ഒരു ലാഭം ആലോചിക്ക്. അതേ സെയിം പരിപാടി തന്നെയാണ് ഈ ബോട്ടൊക്കെ ചെയ്തു തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വലുതായി ഇപ്പോൾ ചെറുതായിട്ടൊക്കെ അവർ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ബോട്ട്, ഫയർ ബോൾട്ട്, നോയ്സ് ഇതൊക്കെ ചെയ്യുന്നത്. അവർക്കും ഇതേ സെയിം മോഡൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനം എന്ന് വെച്ചാൽ ഒരു പണിയില്ല അവർക്ക്. ഇത് അവിടെ നിന്ന് ഒരു 300 രൂപയ്ക്ക് സാധനം വാങ്ങിക്കപ്പെടുന്നു ബൾക്കായിട്ട്. ഒരു 10, 500, 1000 പീസൊക്കെ ചിലപ്പോൾ വാങ്ങിക്കാൻ വരും. 1000 മിനിമമാണ്. അതിൻ്റെ കൂടുതൽ വാങ്ങിക്കവർ 1000 പീസ് വാങ്ങിക്കും. ഇവിടെ വന്ന് കൊണ്ടുവന്നിട്ട് അവരുടെ ഫാക്ടറിയിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അവരുടെ റീബ്രാൻഡേഷൻ, അതായത് നിങ്ങൾക്കറിയാം അതിൽ തന്നെ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മുടെ ആപ്പിളിൻ്റെ ലോഗോ ഇടാം, അങ്ങനെ പരിപാടി ചെയ്യാം. അത് ചെയ്യും, അത്രേ ഉള്ളൂ. ഒരു പണിയില്ല. മാക്സിമം അവർക്ക് ഒരു വാച്ചുമ്പോൾ ചിലവ് വരുന്നത് 350 രൂപ 400 രൂപ. ആ സാധനം 2000 രൂപ 3000 രൂപയ്ക്ക് ഇവിടെ വിൽക്കും. എന്താ ലാഭം? എന്നിട്ടത് ധോണിനെ കൊണ്ടും മറ്റവരെ കൊണ്ടൊക്കെ അഡ്വർടൈസ്മെന്റ് വെച്ചിട്ട് ഈ സാധാരണക്കാരെ പറ്റിച്ച് കാശ് ഉണ്ടാക്കിയിട്ട് വലിയ കമ്പനിയാവും. അതാണ് ഇപ്പോൾ നടക്കുന്ന ഇന്ത്യൻ കമ്പനീസിൽസ് പരിപാടി. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ സ്മാർട്ട് വാച്ച് സെക്ടർ എന്ന് പറയുന്നത് ഫുൾ ഉഡായ്പ ലോക്കൽ സാധനങ്ങളാണ്. അതൊന്നും വാങ്ങിച്ച് വെറുതെ കാശുകൾ ഇരുന്നിട്ടാ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബഡ്ജറ്റ് വാച്ച്, നല്ല സ്മാർട്ട് വാച്ച് നടക്കുന്ന കമ്പനി എന്ന് പറയുന്നത് അമേസ്ഫിറ്റ് ആണ്. അതൊരു ചൈനീസ് ഇന്റർനാഷണൽ ബ്രാൻഡാണ്. മീക്കാർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ബ്രാൻഡാണ്. പക്ഷേ അവരുടെ വാച്ചുകളൊക്കെ നല്ല ക്വാളിറ്റി കിടിലൻ വാച്ചുകളാണ്. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അമേസ്ഫിറ്റിന്റെ TRX മോഡലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കിടിലൻ സാധനം. അതിന് വേറെ മോഡൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അത് കൊടുത്തു റീസെൻ്റ്ലി. അപ്പോൾ ഇങ്ങനത്തെ ഉടായ്പ സാധനങ്ങളൊന്നും വാങ്ങിച്ച് വെറുതെ കാശ് കളയാണ്ടിരിക്കുക. നിങ്ങളുടെ ഹെൽത്തും ഡാമേജ് ആവും. അതിൽ ഉപയോഗിക്കുന്ന സെൻസേഴ്സൊക്കെ ചുമ്മാ വെറുതെ ലൈറ്റുകളും ഉടായ്പ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഡെയിലി കെട്ടി നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹൈ ക്വാളിറ്റി സാധനം തന്നെ ഡെയിലി കെട്ടുന്നത്, സ്മാർട്ട് വാച്ച് കെട്ടുന്നത് നല്ലതല്ല. റേഡിയേഷൻ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉടായ്പ സാധനം ഡെയിലി കെട്ടി നടക്കുമ്പോൾ പിന്നെ കുറേ പേര് വാങ്ങിക്കുന്നത് ഷോ ഓഫ് കാണിക്കാനാണ്. എന്താ വെച്ചാൽ കുറേ പേര് ഇങ്ങനത്തെ ഇപ്പോൾ ആപ്പിൾ വാച്ചിൻ്റെയും സാംസങ്ങിൻ്റെ ഒക്കെ ലുക്കിലേക്കുള്ള സാധനം 2000 രൂപയ്ക്ക് 1500 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അവരോട് പിന്നെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ വെറുതെ ഷോ ഓഫിനെ കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഡെയിലി കിട്ടുന്നു. അപ്പോൾ സ്മാർട്ട് വാച്ച് വാങ്ങിക്കണമെങ്കിൽ നല്ല സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ശരിക്കും ആക്ച്വലി ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഈ ക്ലാസിക് മോഡലൊക്കെ 4 സീരീസ് 4 ഒക്കെ വാങ്ങിക്കാം. എന്ന് വെച്ചാൽ ശരിക്കും 1000 രൂപയുടെ താഴെ നമുക്ക് അവൈലബിൾ ആണ്. അതും കിടിലൻ സാധനങ്ങളാണ്. ആൻഡ്രോയിഡ് Wear OS വർക്ക് ചെയ്യുന്ന സാധനമാണ്. ബാറ്ററി ബാക്കപ്പ് പണ്ടേ തന്നെ കിട്ടുള്ളൂ. അതിപ്പോൾ അവരുടെ ലേറ്റസ്റ്റ് ആയാലും 7 ആയാലും അത്ര തന്നെ കിട്ടുള്ളൂ. പക്ഷേ സ്മാർട്ട് വാച്ച് ഒറിജിനൽ വേണമെങ്കിൽ ഒന്നെങ്കിൽ ആപ്പിൾ വാച്ച് വാങ്ങിക്കുക, അല്ലെങ്കിൽ സാംസങ് വാച്ച് വാങ്ങിക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക സ്മാർട്ട് വാച്ച് എന്ന് പറയാൻ പറ്റില്ല ബാക്കിയൊന്നിനും. പക്ഷേ എന്നാലും വേണമെന്നുണ്ടെങ്കിൽ അമേസ്ഫിറ്റോ ആണ് പിന്നെയും ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നോർമലി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. പിന്നെ റിയൽമി ഒക്കെ പിന്നെയും കുഴപ്പമില്ല. നത്തിങ് പിന്നെയും കുഴപ്പമില്ല. അത്യാവശ്യം നത്തിങ് എങ്കിലും വാങ്ങിക്കാം. 3000-1500 രൂപയ്ക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൂറ സാധനം വയർ ബോൾട്ട് വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട്. വെറുതെ അവന്മാർക്ക് കാശ് ഉണ്ടാക്കി കൊടുക്കാൻ അല്ലാണ്ട് നിങ്ങളുടെ കാശ് അത് എപ്പോൾ വേണമെങ്കിൽ ചാവാന്ന് വെച്ചാൽ ചൈനീസ് സാധനമാണ്. എന്ന് വെച്ചാൽ അവരായിട്ടൊരു ബന്ധമില്ല കേട്ടത്.
അവർ പോയി കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ചൈന പോയിട്ട്. അല്ലാണ്ട് അവരായിട്ടൊരു ബന്ധമില്ല, കമ്പനിയായിട്ടൊരു ബന്ധമില്ല, ഇത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പ്രോഗ്രാം നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത കാണാം. ബൈ. എന്താ ക്യാമറ ഓഫ് ആവണില്ലല്ലോ.